ഹായ് ഡിയേഴ്സ്. അപ്പോൾ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല മഴയായിരുന്നു കേട്ടോ. റോഡ് മൊത്തം നനഞ്ഞ് കിടക്കുക. ചാറ്റൽ മഴയുണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ കയറി സ്ഥലം പിടിച്ചു. അതിനുശേഷം ഞാനിന്ന് പോകുന്നത് ചങ്ങനാശ്ശേരി വഴിയാണ്. കാരണം തിരുവല്ല എടത്വ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് വെള്ളപ്പൊക്കം കാരണം. AC റോഡിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ കണ്ടില്ലേ, ആ കൃഷി സ്ഥലം എല്ലാം വെള്ളത്തിലായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം വീടുകളുടെ മുമ്പിലെല്ലാം വെള്ളമാണ്. അത് അവരുടെ മുന്നിലൂടെ പോയിക്കൊണ്ടിരുന്ന തോടെല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നതുകൊണ്ടാണ് അവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദുരിതം പിടിച്ചതാണ്. എല്ലാ സ്ഥലത്തും വെള്ളം ഇറങ്ങിയാൽ പോലും കുട്ടനാട് ഭാഗത്ത് ഒരുപാട് നാളിന് ശേഷമേ വെള്ളം ഇറങ്ങി പോകത്തുള്ളൂ. അപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കൂടിയാണ് ഞാനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. തോടിലൊക്കെ ആണെങ്കിലും വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് വളരെ കൂടുതലാണ്. കണ്ടോ, ആ വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് കണ്ടോ. അതുകൂടാതെ റോഡിൽ നിറച്ച് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ബസ്സിലിരുന്നത് കൊണ്ട് ഒരുപാട് വ്യക്തമാക്കി വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. കാരണം പുറത്ത് നല്ല മഴയും കൂടെ ആയിരുന്നു. അതിൻ്റേതായൊരു പരിമിതിയുണ്ട്. ബൈക്കുകളെല്ലാം പാലത്തിൻ്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. കാരണം വേറെ സ്ഥലമില്ല അവർക്ക് കൊണ്ട് വെക്കാനായിട്ട്. അപ്പം പല സ്ഥലങ്ങളിലും വെള്ളം ചിലയിടത്ത് കൂടുതലാണ്, ചിലയിടത്ത് കുറവാണ്. ഏതായാലും ഇതുവരെയും AC റോഡ് ബ്ലോക്ക് ചെയ്തിട്ടില്ല. അതായത് 31/5/2025 ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇന്നും മഴയ്ക്ക് കുറച്ച് ശമനം ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് മഴ കുറഞ്ഞ് എല്ലാ കാര്യങ്ങളും നോർമലിലേക്ക് ആകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക.